ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നെന്താ ഞാൻ വൈകുന്നേരത്തെ ചടങ്ങുകളിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഡിന്നറിന് വെറൈറ്റി പിടിക്കാൻ വിചാരിച്ചു. എന്നും ചപ്പാത്തിയും ദോശയല്ലേ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇന്ന് നമുക്ക് കുറച്ച് പൂരി ഉണ്ടാക്കാം. പിന്നെ വീട്ടിൽ പച്ചക്കറി കുറവായിരുന്നു, കിഴങ്ങ് കറി ഒന്നും ഉണ്ടാക്കാൻ നമുക്ക് പറ്റിയില്ല. മസാലക്കറി ഉണ്ടാക്കാനാണെങ്കിൽ ഉള്ളി ഉണ്ടായില്ല. ഇനിയിപ്പോൾ നാളെ പച്ചക്കറിക്കാരൻ വരുമ്പോഴാണ് നമുക്കിതൊക്കെ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറച്ച് പരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പരിപ്പ് വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. റീൽസിൽ ഇങ്ങനെ കണ്ടതാണ്. അപ്പോൾ എനിക്കതിങ്ങനെ ഉണ്ടാക്കണമെന്ന് കുറച്ച് ദിവസമായി മനസ്സിലൊരാഗ്രഹം. അപ്പോൾ ഇന്നത് ഉണ്ടാക്കി കളയാമെന്ന് വിചാരിച്ചു. എനിക്ക് കുക്ക് ചെയ്യാൻ വളരെയധികം ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. പുതിയ ഡിഷസ് കണ്ടുപിടിക്കുക, അതൊക്കെ ഉണ്ടാക്കി നോക്കുക. പക്ഷേ എനിക്ക് എൻ്റെ വീട്ടിലാണെങ്കിൽ കുറച്ചും കൂടി ഫ്രീഡത്തിൽ ഞാനത് ഉണ്ടാക്കും. ഇവിടെ ആകുമ്പോൾ അച്ഛനും അമ്മയും കഴിക്കാനുള്ളതല്ല. അവിടെ ആകുമ്പോൾ അമ്മ എന്ത് കഴിച്ചാലും അഡ്ജസ്റ്റ് ചെയ്തോളൂ എന്ന് എനിക്കറിയാം. ഇവർക്ക് എങ്ങനെ പറ്റുമോ എന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ ഞാനത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് പരിപ്പും തക്കാളിയും സവാളയും ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കറിൽ 2-3 വിസിലടിച്ചു. അതിനുശേഷം ഞാനിപ്പോൾ ചേർത്തത് ജീരകം, വെളുത്തുള്ളി, വറ്റൽമുളകും പിന്നെ കുറച്ച് ചെറിയുള്ളിയും കൂടി ചതച്ചത് എണ്ണയിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് ഇടാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അതിൻ്റെ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചപ്പാത്തിക്കും ചോറിനും നെയ്ച്ചോറിനും പൂരിക്കൊക്കെ ആയിട്ട് സൂപ്പറായിട്ട് പോകും. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ സത്യമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല എത്ര നന്നാവുമെന്ന്. പിന്നെ നമുക്ക് ഗ്യാസ് കയറുമെന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. കാരണം അതിൽ കുറച്ച് നമ്മൾ അത്യാവശ്യത്തിന് വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ ജീരകവും ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഗ്യാസിൻ്റെ വലിയ പ്രശ്നം വരില്ല. അപ്പോൾ ഞാൻ വേവിച്ച് വെച്ച പരിപ്പും കഷ്ണങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് ഉടയ്ക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ പൂരി ഉണ്ടാക്കി കഴിഞ്ഞു. പൂരി ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ കറിയുടെ ഒപ്പം കറി ഉണ്ടാക്കാൻ പോയത് കേട്ടോ. വേവിച്ച് വെച്ചതിന് ശേഷം പൂരി നമ്മളാക്കിയതിന് ശേഷം പിന്നെ താളിക്കാമെന്ന് വിചാരിച്ചു. വളരെ സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എപ്പോഴും ഇങ്ങനെ ഓരോ വെറൈറ്റി നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നല്ല, രാത്രി നമുക്ക് 3 നേരം 3 തരത്തിലെ ഭക്ഷണം ഞാൻ വീട്ടിലുണ്ടാക്കാം കേട്ടോ. ചോറ് അധികമാണെങ്കിൽ അപ്പോൾ ഇതാണ് നമ്മുടെ കറിയുടെ ഫൈനൽ ലുക്ക്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈമായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ കിച്ചണൊക്കെ കൈയോട് വൃത്തിയാക്കിയിട്ടു. എനിക്ക് അപ്പം കിച്ചൺ വൃത്തിയാക്കിയിടാൻ ഇഷ്ടം. കിച്ചൺ വൃത്തിയാക്കി കിടന്ന് നമ്മുടെ വീട് ഫുൾ വൃത്തിയായ ഒരു ഫീലാണ് എനിക്ക്. ഇത് സ്വത്തുവിന് കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ടുവന്നത് ഞാൻ മഞ്ഞൾപ്പൊടി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതാണ് കേട്ടോ. അതിനുശേഷം പാചകം ഉണ്ടാക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷേ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഈ പാത്രം കഴുകി വയ്ക്കുക എന്നുള്ളത്. എൻ്റെ അമ്മ ഒരു കൂമ്പാര പാത്രം ഉണ്ടാവും. കാരണം നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും സെപ്പറേറ്റ് പാത്രങ്ങളിലേക്ക് ആക്കി അടച്ച് വയ്ക്കും. അപ്പോൾ പിന്നെ ഉണ്ടാക്കിയ പാത്രമൊക്കെ ഞാൻ അപ്പം കഴുകി വയ്ക്കും. അതാണ് കേട്ടോ ഇത്ര പാത്രം. അപ്പോൾ പൂരി ഉണ്ടാക്കിയ പാത്രവും മാവ് എടുത്തതും പിന്നെ പച്ചക്കറി ഇടുന്നതും വേവിച്ചതും താളിച്ചതും കയ്യിലും അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് വേഗം കഴുകിയിട്ട് വരാം കേട്ടോ. അങ്ങനെ പാത്രം കഴുകി വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് അടിച്ചു വാരലാണ് അടുത്ത പണി. അടുക്കളയാണ് ഞാൻ ആദ്യം അടിച്ചു വാരേണ്ടത്. കാരണം നമ്മുടെ പൊടികളും ഉരുളി തൊണ്ടും അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടുക്കളയും ഹാളും വീടും ഫുൾ ഒന്ന് അടിച്ചു വാരിയിട്ട് വരാം. അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ സമയം 5:45 ആവാറായി. അപ്പോൾ ഞാൻ കുളിക്കാൻ പോവാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്
പാൽപ്പാട ഉണ്ടല്ലോ അതാണ് കേട്ടോ. അത് സ്കിന്നിലൊന്ന് തേച്ച് പിടിപ്പിക്കും ഞാൻ 5 മിനിറ്റ്. കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് വെച്ചു. അത് കഴിഞ്ഞ് നേരെ നമുക്ക് സ്വത്തൂനെ കുളിപ്പിക്കാനുള്ള പരിപാടിയാണ്. സ്വത്തൂനെ ഒന്ന് മേല് കഴുകിച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു ദിവസത്തെ എല്ലാ പണിയും എൻ്റെ കഴിഞ്ഞു. അമ്മയും സ്വത്തൊക്കെ ഇങ്ങനെ പുറത്തു കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ചൂടാവണ വരെ ഞാൻ വെയിറ്റ് ചെയ്യണം സ്വത്തൂന് വേണ്ടി. ഇനിയിപ്പോൾ വെള്ളം ചൂടാവണ വരെ വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം TV കാണാം. നമ്മളൊരു 6:30 ആയിക്കഴിഞ്ഞാൽ ഡെയിലി ഇവിടെ ന്യൂസ് വയ്ക്കും. ഇപ്പോൾ ഈ ഒരു ന്യൂസ് ഉണ്ടല്ലോ, ഈ അർജുൻ്റെ ഇത് കാണൽ തന്നെ ഇരുന്ന് രാവിലെ പോലെ എന്തോ ഭയങ്കര ഒരു ടെൻഷൻ നെഞ്ചിന്. ദൈവമേ എത്രയും പെട്ടെന്ന് അത് കണ്ടു കിട്ടിയാൽ മതി എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് എപ്പോഴും. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് നാളേക്കുള്ള മാവ് അരച്ച് വെക്കാനാണ് കേട്ടോ അടുത്ത പണി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. വലിയ കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല, ചെറിയ പോർഷൻസ് ഞാൻ കാണിക്കണമെന്നുള്ളൂ. ഡെയിലി വ്ളോഗ് ഇടണമല്ലോ എന്നുള്ളൊരു ത്വര കാരണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.